എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള സെക്രട്ടറി ടെസ്റ്റിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. 70 kilograms എസ് ആണ് വരിക അല്ലെ. കാരണം ഡിസ്റ്റൻസ്, ടൈം, മെഷർമെന്റിന്റെ ഒക്കെ കൂടെ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 70 kilograms എസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ഓൾഡർ ഡാഷ് ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years. ഷീ ഈസ് എൽഡർ ഡാഷ് ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years. എൽഡറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ടു ആണ് അല്ലെ. എൽഡർ ടു എന്നാണ് പറയുക, ഓൾഡർ ദാനും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഷീ ഈസ് എൽഡർ ടു ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years എന്നുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കാം, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ ഡാഷ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ അല്ലെ. അപ്പൊ ഈ കൊടുത്തുള്ള സെന്റൻസ് പോസിറ്റീവ്, അപ്പൊ ഇവിടെ എന്ത് വരണം? നെഗറ്റീവ് ആൻസർ ആയിട്ട് വരണം. അപ്പൊ ആമിന്റെ കൂടെ നോട്ടും കൂടെ ചേർത്തിട്ട് ആമിന്റ് എന്നുള്ളൊരു പ്രയോഗം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആൻസർ ആയിട്ട് പറയും? ആറിന്റ് ഐ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാവരും ശരിയാക്കി തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഈ 3 ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അടുത്ത് നോക്കാം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് ചോദ്യം. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വിൽ റിട്ടേൺ എന്തായിട്ട് വരും? ഇവിടെ എന്തായാലും നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ കോട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമ്മൾ മാറ്റണം അല്ലെ. അപ്പൊ വിൽ റിട്ടേൺ വുഡ് റിട്ടേൺ ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ വുഡ് റിട്ടേൺ ഉള്ള 2 ഓപ്ഷൻസ് നമ്മൾ എടുത്തു, ബാക്കി 2 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ ആവും. സോ നമ്മുടെ ആൻസർ ഹി പ്രോമിസ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദി ബുക്ക് ദ നെക്സ്റ്റ് ഡേ ആണ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന കോഴ്സാണ് കേട്ടോ. ഗ്രാമറും വൊക്കാബുലറിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. അടുത്ത് നോക്കാം, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഫിനിക്സിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? ഓപ്ഷൻ എ ആണ്, PHOENIX അല്ലെ. ഫിനിക്സ് പക്ഷിയെ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ മീനിങ് വരുന്നത്, ആ സ്പെല്ലിംഗ് PHOENIX ആണ്. അടുത്ത് നോക്കാം, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദി എക്സാമിനേഷൻ. എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് കണ്ടീഷനിലെ തേർഡ് കണ്ടീഷൻ തന്നെ ചോദിക്കുന്നു, നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഹാഡ് പ്ലസ് V3 ഫോം വരികയാണെങ്കിൽ അപ്പുറത്ത് എന്തുണ്ടാവും? ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടാവും. അതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും കൂടെ ചേർത്ത് വുഡ് ഹാവ് പാസ്ഡ് ആണ് ആൻസർ അല്ലെ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ. അടുത്തത്, കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ്. കിഡ്സ് ആർ ഫോണ്ട് ഓഫ് ഗെയിംസ്. ഓക്കെ, ഫോണ്ട് ഓഫ് എന്നാണ് പറയാ. ഇനി ദ ഇഡിയം റെഡ് ലെറ്റർ ഡേ മീൻസ്. ഇത് നമ്മുടെ PYQ ആയിരുന്നു അല്ലെ. ഒരുപാട് തവണ 2 പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ അല്ലെ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഡേനെയാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയാം. അടുത്ത് നോക്കാം, ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദി പാർക്ക്. ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ വെവയാണ് പറയാ. പക്ഷെ ഈ ഗേൾസ് നന്നായിട്ട് ഇങ്ങനെ ബഹളം വെക്കുക എന്നുള്ള രീതിയിൽ, ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ബഹളം വെക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഗാഗിളാണ് പറയാ. അപ്പൊ എന്താണ് PSC ആൻസർ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അറിയില്ല. ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ജനറലി പറയുമ്പോൾ നമ്മൾ ബെവയാണ് പറയാ കേട്ടോ. അടുത്ത് നോക്കാം, ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ് വാട്ട്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ബലിയാട് അല്ലെ. ബലിയാട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സമ്മൺ എൽസ് റോങ്സ് ആണ്. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വേഗന്റ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എക്സ്ട്രാ വേഗന്റ് എന്ന് പറഞ്ഞാൽ ലാവിഷ് ആവുക അല്ലെ. എക്സ്ട്രാ വേഗന്റ്, അതിന്റെ ഓപ്പോസിറ്റ് ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ വരുന്നത്? ത്രിഫ്റ്റി ആണ്. സൂക്ഷിച്ച് ചെലവാക്കുക, ത്രിഫ്റ്റി കേട്ടോ. അടുത്തത്, ദ എക്സ്പ്രഷൻ സൈൻ ക്യുവാനോൺ മീൻസ് വാട്ട് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ നോൺ വെജ് ഒക്കെ നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ആൻഡ് എസെൻഷ്യൽ കണ്ടീഷൻ ആണ് സൈൻ ക്യുവാനോൺ എന്ന് പറയുന്നത് കേട്ടോ. ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോ ഇവിടെ സിൻസും ഫോറൊക്കെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ഫോറൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours ഉണ്ട്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 2 hours ഉണ്ട്. ഒരു ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫോർ ആണ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദി ബോട്ട്. ഓക്കെ, നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക? പാസീവിനെ അല്ലെങ്കിൽ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറില്ല. ഡിഡ് വരുമ്പോൾ എന്തായാലും വാസ് നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ വെൻ വാസ് ദ ബോട്ട് ബോട്ട്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്.
അപ്പൊ ഇവിടെ ഓപ്ഷൻ എ നോക്കി വെൻ ദ ബോട്ട് വാസ് ബോട്ട്, ഇതല്ല അല്ലെ, നമ്മൾ എടുത്തെടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓക്സിലറി വെർബ്, അതിന് ശേഷമേ നമ്മുടെ സബ്ജക്റ്റ് വരുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം, ചൂസ് ഈ സിംഗുലർ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ സിംഗുലർ എന്താ? ഡേറ്റം ആണ് അല്ലെ, ഡേറ്റം എന്നുള്ളതാണ് അതിന്റെ സിംഗുലർ ആയിട്ട് വരിക. ഇനി ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് മീൻസ്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ്. സോ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? അതിന്റെ അർത്ഥം ദർ ഇസ് നോ വാട്ടർ ഇൻ ദി ഗ്ലാസ് ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാം. ടു പോസ്റ്റ്പോൺ സംതിങ് എന്നുള്ളതാണ് പുട്ട് ഓഫിന്റെ മീനിങ്. ഇതെല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻസ്. ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ് അല്ലെ, പുതിയ സിറ്റുവേഷൻസിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് നോളേജ്, നല്ല അറിവുള്ള ഒരു എക്സ്പേർട്ട് ആണ് കേട്ടോ. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഓപ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. ഓക്കെ. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺസ്. കിരൺസ് പെൻ വാസ്, ദാൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയറേറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? കമ്പയറേറ്റീവ് ഫോം ആയിട്ടുള്ള വേഴ്സ് ആണ് യൂസ് ചെയ്യുക. ബാഡിന്റെ കമ്പയറേറ്റീവ് ഫോം ആണ് വേഴ്സ്, സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ് ആണ്. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് വളരെ പണ്ടത്തെ തന്നെ PSC ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസും അതേപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.